ബീഹാർ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി മഹാസഖ്യത്തിലെ ഭിന്നത ഇന്ത്യ മുന്നണിയിലേക്കും. ദേശീയ തലത്തിൽ കടുത്ത നിലപാട് സ്വീകരിക്കാനാണ് RJDയോടും കോൺഗ്രസിനോടും ഇടഞ്ഞ JMMന്റെ നീക്കം. അതേസമയം JDUവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുസാഫർപൂരിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തുടക്കം കുറിച്ചു. NDA സർക്കാർ വന്നതിന് ശേഷമാണ് ബീഹാറിൽ വികസനമെത്തിയതെന്നും മുൻ സർക്കാരുകളൊന്നും ചെയ്തില്ലെന്നും നിതീഷ് കുമാർ പറഞ്ഞു. अब आप लोगों को लगे तो उसमें भी कुछ लोगों ने जो बताया उसको भी हम लोगों ने काम कर दिया। हाँ, उसके बाद तो हम आपको जनरल कुछ बात आपको बताएं। अभी जो है मीनापुर विधानसभा में इस इलाके में कराए गए कार्य, मीनापुर विधानसभा क्षेत्र में अनेक काम कराए गए हैं. വിനീത വിജിയാണ് ഇപ്പോൾ ബീഹാറിലെ പട്നയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. വിനീത, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, ഞാനിപ്പോൾ ഉള്ളത് മുസാഫർപൂരിലാണ്. ഈ മുസാഫർപൂരിലെ രണ്ട് മേഖലകളിലായിട്ടാണ് ഇന്ന് JDUവിന്റെ പ്രചരണ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. മുഖ്യമന്ത്രി നിതീഷ് കുമാർ തന്നെ പൊതുസമ്മേളനത്തിൽ എത്തി ആ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനോടകം തന്നെ ബീഹാറിൽ NDA സർക്കാർ നടപ്പിലാക്കി വന്ന വികസന പദ്ധതികൾ, സ്ത്രീകൾക്ക് വേണ്ടി കൊണ്ടുവന്ന പദ്ധതികളൊപ്പം തന്നെ നവീകരണം, റോഡ് നിർമ്മാണം ഉൾപ്പെടെയുള്ള വിവിധ വികസന പദ്ധതികളൊക്കെ തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. NDA സർക്കാർ എത്തിയതിനു ശേഷമാണ് ബീഹാറിൽ വികസനം വന്നതെന്നും NDA സർക്കാർ നിരവധി മേഖലകളിൽ സ്കൂളുകൾ എത്തിച്ചുവെന്നും വിദ്യാർത്ഥികൾ ഇപ്പോൾ സ്കൂളുകളിൽ പോയി പഠിക്കുന്നുണ്ട് എന്നും ഒക്കെയാണ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ന് കാന്തിയിലും ഒപ്പം തന്നെ മീനാപൂരിലും രണ്ട് പ്രചരണ പരിപാടികളിലായിരുന്നു മുഖ്യമന്ത്രി നിതീഷ് കുമാർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ദിവസത്തോടു കൂടി തന്നെ JDUയുടെ പ്രചരണ പരിപാടികൾ കൂടി തുടക്കം കുറിക്കുകയാണ്. ഒപ്പം തന്നെ NDA സംബന്ധിച്ചിടത്തോളം ഇതിനോടകം തന്നെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ പോലും 24-ാം തീയതി പ്രധാനമന്ത്രി എത്തുന്നതോടുകൂടി ഈ പ്രചരണ പരിപാടികൾ കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. മഹാസഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അതേസമയം ഇപ്പോഴും പ്രചരണങ്ങളിലേക്ക് കടന്നിട്ടില്ലെന്ന് മാത്രമല്ല, അവസാനഘട്ട ചർച്ചകളിലേക്ക് കൂടി നീങ്ങിയിരിക്കുകയാണ്. സഖ്യത്തിനുള്ള പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി. അതേസമയം ഇപ്പോൾ പപ്പു യാദവിന്റെ ഒരു പ്രതികരണം കൂടി വന്നിരിക്കുകയാണ്. അതായത് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് കോൺഗ്രസിന് മാത്രമേ അർഹമായ സ്ഥാനം നൽകാൻ കഴിയുകയുള്ളൂ എന്നാണ് പപ്പു യാദവ് പറയുന്നത്. ഒപ്പം തന്നെ ചിരാഗ് പസ്വാനും BJPയും നിതീഷ് കുമാറിന് വേണ്ട പരിഗണന നൽകുന്നില്ലെന്നും ഒരുപക്ഷെ അടുത്ത ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം നിതീഷ് കുമാർ NDAയിൽ തുടരുമെന്ന് താൻ കരുതുന്നില്ല എന്നുമാണ് പപ്പു യാദവ് പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തൊരു പശ്ചാത്തലത്തിൽ ആ പ്രതികരണം വളരെയധികം പ്രസക്തം അർഹിക്കുന്നത് കൂടി തന്നെയാണ്. അതേസമയം വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് NDAയുടെ പ്രചരണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വിനീത വിജി, പട്നയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.